ശാന്തമെന്ന് തോന്നിപ്പിക്കുന്ന ഹൈറേഞ്ച് ഗ്രാമമായ പച്ചടിയെ നടുക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നത്. ഒരു വീട്ടുമുറ്റത്തെ കുഴിയിൽ നിന്ന് അമ്മയുടെയും മകന്റെയും അഴുകിയ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. നെടുകണ്ടം പച്ചടി സ്വദേശി മേരിക്കുട്ടി, മകൻ റെജി എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. എന്നാൽ ഈ കൊലപാതകത്തിനപ്പുറം ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള 8 വർഷം പഴക്കമുള്ള മറ്റൊരു തിരോധാനത്തിന്റെ കഥ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതാണ്ട് 1 മാസക്കാലമായി മേരിക്കുട്ടിയെയും മൂത്ത മകൻ റെജിയെയും പ്രദേശവാസികൾ പുറത്തു കണ്ടിരുന്നില്ല. ഇളയ മകൻ സജിയോടൊപ്പം ഇവർ ഈ വീട്ടിലായിരുന്നു താമസം. നാട്ടുകാരുമായി അധികം സമ്പർക്കമില്ലാത്ത ഈ കുടുംബത്തിന്റെ നിശബ്ദത ആദ്യം ആരും ഗൗനിച്ചില്ല. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ കാണാതായതോടെ അയൽക്കാർക്ക് സംശയം തോന്നി തുടങ്ങി. ഇതിനിടെ സജി നാട്ടുകാരോട് പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംശയം വർദ്ധിപ്പിച്ചു. ബന്ധു മരിച്ചതിനാൽ അങ്ങോട്ട് പോയതാണെന്നും അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ആശുപത്രിയിലാണെന്നും സജി ഓരോരുത്തരോടും മാറി മാറി പറഞ്ഞു. ഈ സംശയങ്ങൾക്കിടയിലാണ് കേസിൽ നിർണായകമായ ഒരു വാട്സപ്പ് സന്ദേശം പുറത്തു വരുന്നത്. റെജിയുടെ സഹോദരിക്ക് ലഭിച്ച ഒരു ശബ്ദ സന്ദേശമാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. സജിയിൽ നിന്നും ലഭിച്ച സൂചനകൾ പ്രകാരം റെജിയെയും അമ്മയെയും അപായപ്പെടുത്തിയെന്ന ഭീതി സഹോദരി പങ്കുവച്ചു. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് സംഘം പച്ചടിയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ സംശയാസ്പദമായ രീതിയിൽ ഒരു കുഴി കണ്ടെത്തി. മണ്ണ് മാറ്റി പരിശോധിച്ചപ്പോൾ അഴുകി തുടങ്ങിയ 2 മൃതദേഹങ്ങൾ പുറത്തെടുത്തു. പോലീസിനെ കണ്ടയുടൻ പ്രതിയെന്ന് സംശയിക്കുന്ന സജി വീടിന്റെ മേൽക്കൂര വഴി ഓടി രക്ഷപ്പെട്ടു. പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നാട്ടുകാർ നൽകുന്ന വിവരമനുസരിച്ച് സജിക്ക് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം ശക്തമായിരുന്നുവെങ്കിലും അത് വലിയ കുടുംബ വഴക്കുകളിലേക്കാണ് നയിച്ചിരുന്നത്. സജി വിവാഹം കഴിച്ചാൽ താൻ അമ്മയെയും കൂട്ടി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് സഹോദരനായ റെജി ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇതിനെ ചൊല്ലി വീട്ടിൽ നിരന്തരം കലഹങ്ങൾ നടക്കാറുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഇതിനിടെ കഴിഞ്ഞ 10-ാം തീയതി താൻ വിവാഹിതനാകാൻ പോവുകയാണെന്നും എല്ലാവരും വരണമെന്നും സജി നാട്ടുകാരെ ക്ഷണിച്ചിരുന്നു. ഏതാണ്ട് 500ഓളം പേരെ വിളിച്ച് വലിയ വിരുന്ന് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് വീട്ടിൽ ഒരു മരണം നടന്നുവെന്ന് കാണിച്ച് വിവാഹം മാറ്റിവെച്ചതായി സജി അറിയിച്ചു. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു വിവാഹ ആലോചനയെ നിലവിലില്ലായിരുന്നു എന്ന് വ്യക്തമായി. തന്റെ വിവാഹത്തിന് തടസ്സമാകുമെന്ന് കരുതിയ റെജിയെയും അവനോടൊപ്പം നിന്ന അമ്മയെയും സജി ആസൂത്രിതമായി വകവരുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ടെടുത്ത മൃതദേഹങ്ങൾക്ക് ഏതാണ്ട് 17 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഇരട്ട കൊലപാതകം പുറത്തു വന്നതോടെ പ്രദേശവാസികൾ മറ്റൊരു പ്രധാന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സജിയുടെയും റെജിയുടെയും പിതാവിനെ 8 വർഷം മുൻപ് കാണാതായിരുന്നു. അക്കാലത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ വീട്ടുമുറ്റത്ത് 2 പേരെ കൊന്നുതള്ളിയ നിലയിൽ കണ്ടെത്തിയതോടെ പിതാവിനും സമാനമായ വിധി തന്നെയാണോ ഉണ്ടായതെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. അദ്ദേഹത്തെയും അപായപ്പെടുത്തി ഇതേ പുരയിടത്തിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടിയിട്ടുണ്ടാകാമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഈ കേസിലും വിശദമായ അന്വേഷണം വേണമെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ കേസിൽ അതീവ ജാഗ്രതയോടെയാണ് വിപുലമായ അന്വേഷണം നടന്നുവരുന്നത്. മൃതദേഹങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തു നിന്ന് ഫോറൻസിക് വിദഗ്ധർ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതകം നടന്ന രീതിയെക്കുറിച്ചും ഉപയോഗിച്ച ആയുധങ്ങളെക്കുറിച്ചും കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനായി പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി സജിയെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ച് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പുറംലോകവുമായി ബന്ധമില്ലാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയ ഒരു കുടുംബം ഒടുവിൽ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ സാക്ഷ്യപത്രമായി മാറിയിരിക്കുന്നു. സജി പിടിക്കപ്പെടുന്നതോടെ മാത്രമേ ഈ കൊലപാതകങ്ങളുടെ കൃത്യമായ കാരണവും 8 വർഷം മുൻപ് അപ്രത്യക്ഷനായ പിതാവിന് എന്ത് സംഭവിച്ചു എന്നതിലും വ്യക്തത വരികയുള്ളൂ. ഹൈറേഞ്ചിനെ കണ്ണീരിലാഴ്ത്തിയ ഈ സംഭവം കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഹിംസയുടെ മറ്റൊരു ഭയാനകമായ മുഖമാണ് തുറന്നു കാട്ടുന്നത്.